Dear teachers, now let's see how can we conduct the meeting effectively in Microsoft Teams. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഓൾറെഡി മൈക്രോസോഫ്റ്റ് ടീംസ് യൂസ് ചെയ്യാൻ അറിയാം, മീറ്റിങ്ങുകൾ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം എന്ന് നോക്കാം. Okay, first go to the team, start a meeting. For now we are using Meet now. Remember, ഇവിടെ എപ്പോഴും നിങ്ങൾ പേര് കൊടുത്തിരിക്കണം. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ നെയിം കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. Then select computer audio. Click join now. This will give us a new window, and you can see there are 3 options. So we like some of our students won't have what to say updated systems. അപ്പോൾ നമ്മൾ മീറ്റിംഗ് ലിങ്ക് കോപ്പി ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. You can copy the meeting link from here itself. Then go back to the team, start new conversation, paste the link. Paste ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, you have to press send. ആ സെൻഡിൽ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് സെൻഡ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് സെൻഡ്. നൗ കം ബാക്ക് ടു അവർ മീറ്റിംഗ്. ഇതാണ് മീറ്റിംഗ് സ്ക്രീൻ. സോ എപ്പോഴാണെങ്കിലും നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 10 minutes ബിഫോർ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ദെൻ ഇവിടെ ഒരു 3 dots ഉണ്ടല്ലേ, press 3 dots, go to meeting options. നേരത്തെ നമ്മൾ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്, നമ്മൾ ബ്രൗസറിൽ പോയി നമ്മൾ ലോഗിൻ ചെയ്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളുടെ ടീംസിന്റെ മീറ്റിങ്ങിനകത്ത് തന്നെ മീറ്റിംഗ് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട്. സോ ഹൂ ക്യാൻ ബൈപാസ് ദ ലോബി? ദിസ് ഈസ് ലൈക്ക് നമ്മൾ സൂമിനകത്തൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പം ചിലതിനകത്ത് നമ്മൾ ഒരു ലോബിയിൽ വെയിറ്റ് ചെയ്യും. സമ്മൺ ഷുഡ് അക്സെപ്റ്റ് അസ് അല്ലെ, അഡ്മിറ്റ് ചെയ്തെങ്കിലല്ലേ നമ്മൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സെയിം ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബൈപാസ് ലോബി. ഇത് യൂസ് ചെയ്യണ്ട, കാരണം നമ്മളുടെ സ്റ്റുഡൻസ് മാത്രമേ, ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് മാത്രമേ ജോയിൻ ചെയ്യത്തുള്ളൂ. സോ യു ഡോണ്ട് നീഡ് ടു ബൈപാസ് ദ ലോബി. ബട്ട് ഇവിടെ നമ്മൾക്ക് ഹൂ ക്യാൻ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ യു ഹാവ് ടു സെലക്ട് ഓൺലി മീ ആൻഡ് ദെൻ സേവ്. ഇവിടെ നമ്മൾക്ക് അതുപോലെ ഉണ്ട് അലോ അറ്റൻഡീസ് ടു അൺമ്യൂട്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പം അവരുടെ പേര് വിളിച്ചാൽ അവരോട് ആൻസർ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലാതെ വരും. അതുകൊണ്ട് ഇത് സെലക്റ്റഡ് ആയിരിക്കണം. അലോ റിയാക്ഷൻസ്, അപ്പം അന്നെങ്കിലാണെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും വേണം. അപ്പോൾ ഹൂ ക്യാൻ പ്രസന്റ് ഓൺലി മീ ആക്കിയിരിക്കണം. അതർവൈസ് എന്ത് പറ്റും, നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രാവശ്യം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സ്റ്റുഡൻസ് നന്നായിട്ട് പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അൺമ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നിന്ന് അവര് റിമൂവ് ചെയ്യും. ഓക്കെ, അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹൂ ക്യാൻ പ്രസന്റിനകത്ത് ഒൺലി മീ കൊടുക്കുക, സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പകുതി കാര്യം സേഫായി നമ്മളുടെ. ഇനി സപ്പോസ് വി ആർ സിറ്റിംഗ് ഇൻ ലൈക്ക് നമ്മൾ അത്ര ക്ലിയർ ഒന്നും അല്ല. നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോഴും, നമ്മൾ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും പ്ലീസ് ചൂസ് എ ക്വയറ്റ് പ്ലേസ്. നിങ്ങൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, കാരണം നമുക്ക് കൂടുതൽ ലൈവ് ആണ്. ഇഫ് യു ആർ നോട്ട് കമ്മിങ് ടു സ്കൂൾ, നമ്മൾ വീട്ടിലൊരു പർട്ടിക്കുലർ പ്ലേസ് സെറ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടീംസിനകത്ത് തന്നെ വി ഹാവ് ഓപ്ഷൻസ്. അതെവിടെയാണ്? ഈ 3 dotsനകത്ത് അപ്ലൈ ബാക്ക്ഗ്രൗണ്ട് എഫക്ട്സ്. ഇതിനകത്ത് നമ്മൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പൊ നല്ല ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ആൻഡ് ടേൺ ഓൺ വീഡിയോ. ഇപ്പൊ എനിക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റില്ല, കാരണം
ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മീറ്റിംഗിലാണ്. ലെറ്റ് മീ സീ വെദർ ഇറ്റ്സ് വർക്കിംഗ്. I hope it's working now. See, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്ലേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആയിട്ട് വരും. ഇപ്പൊ എൻ്റെത് പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് വലിയ ഡിഫറൻസ് അറിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലർ കൊടുക്കാനെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ ആസ് ഐ സെഡ്, ഞാൻ എല്ലാ നേരവും പറയാറുള്ളതാണ്, നമ്മൾ സ്റ്റുഡൻസിനെ വിളിച്ച് നമ്മൾ അറ്റൻഡൻസ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോസോഫ്റ്റ് ടീംസിനകത്ത് വി ക്യാൻ ഡൗൺലോഡ് അറ്റൻഡൻസ്. അപ്പം എപ്പോഴും അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യാം. മീറ്റിംഗ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സോ വേർ ടു ഡൗൺലോഡ് ദ അറ്റൻഡൻസ്? ഗോ ടു പാർട്ടിസിപ്പൻസ്. ഇവിടെ പാർട്ടിസിപ്പൻസിന്റെ ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്യുക, ഈ ഡൗൺലോഡ് അറ്റൻഡൻസ് പ്രസ് ചെയ്യുക. അപ്പം നമ്മളുടെ ഫയൽ ഡൗൺലോഡ് ആവും. ഇത് എവിടെ ഉണ്ടാവും? നമ്മളുടെ ഡൗൺലോഡ്സിനകത്ത് ഉണ്ടാവും. എവിടെയാണ് ഡൗൺലോഡ്സ് കിടക്കുന്നത്? ഇവിടെ ഡൗൺലോഡ്സ്, ഇതിനകത്ത് മീറ്റിംഗ് അറ്റൻഡൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്താലും മീറ്റിംഗ് അറ്റൻഡൻസ് ലിസ്റ്റ് എന്നായിരിക്കും. അപ്പം ഞാൻ ഇന്ന് 3Bക്ക് എടുത്ത ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഇത് എപ്പോഴും റീനെയിം ചെയ്യാൻ ഓർക്കുക കേട്ടോ. ഇപ്പം 0205 ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി അതിനകത്തേക്ക് റീനെയിം ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അവസാനം എന്നിട്ട് ഡൗൺലോഡ്സിൽ നിന്ന് മാറ്റി വേറൊരു ഫോൾഡറിൽ ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആവും. അറ്റൻഡൻസ് അല്ലെങ്കിൽ അപ്പം മാർക്ക് ചെയ്ത് പോവുക, ദെൻ വി വോണ്ട് ബി കൺഫ്യൂസ്ഡ്. ദെൻ അനദർ തിങ് ഇസ്, നമ്മൾ ക്ലാസ് ഈ വർഷം കൂടുതൽ ലൈവ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യണം ഈ വർഷം. ഇപ്പോൾ PPT അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക? ഇവിടെ കണ്ടോ, ടീംസിനകത്ത് ഇത് കണ്ടോ, ഈ മോളില് നമ്മളുടെ മൈക്രോഫോണിന്റെ തൊട്ടപ്പുറേ നമുക്ക് എന്തുണ്ട്? ഒരു റെക്ടാങ്കിളിനകത്ത് ഒരു ആരോ ഉള്ള ഒരു ഐക്കൺ കാണാം. ദിസ് ഈസ് ഫോർ ഷെയർ കണ്ടന്റ്. സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ 1 സെലക്ട് ചെയ്യുക. സ്ക്രീൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ഫോർ ആക്റ്റീവ് സ്ക്രീൻ. ഏത് സ്ക്രീനാണോ അപ്പായിരിക്കുന്നത് ആ സ്ക്രീനാണ് ഷെയർ ആവുന്നത്. അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇപ്പൊ നമുക്കൊരു PPT മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ബട്ട് സ്ക്രീൻ 1 സെലക്ട് ചെയ്യുവാണെങ്കിൽ ഏത് വിൻഡോ അപ്പായാലും അതെല്ലാം ഷെയർ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ആവശ്യമില്ലാത്ത സ്ക്രീൻസ് ഒന്നും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓപ്പൺ ആയിരിക്കരുത്. അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം ഇഫ് യു വാണ്ട് ടു പ്ലേ ആൻ ഓഡിയോ പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ഇത് മാത്രം സെലക്ട് ചെയ്താൽ പോരാ. യു ഹാവ് ടു എനേബിൾ ദിസ് വൺ, ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ സൗണ്ട്. ഈ ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ സൗണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ സൗണ്ട് ഒരിക്കലും എനേബിൾ ആവത്തില്ല. ഓക്കെ, എന്നിട്ട് സ്ക്രീൻ 1 കൊടുക്കുക. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാമോ എന്ന് എനിക്കറിയില്ല. ഒരു റെഡ് ലൈൻ നമ്മളുടെ ഫുൾ സ്ക്രീന് കാണും. ദാറ്റ് മീൻസ് അവർ സ്ക്രീൻ ഈസ് ഷെയർഡ്. അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചാലും അത് നമ്മൾക്ക് ഷെയർഡ് ആയിരിക്കും. ഓക്കെ, കണ്ടില്ലേ? നമ്മൾ എടുത്ത സ്ക്രീൻസ് എല്ലാം ഇവിടെ ഷെയർഡ് ആയിട്ട് വരും.
വൺസ് നമ്മളുടെ സ്ക്രീൻ ഷെയറിംഗ് കഴിഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? നമ്മളിവിടെ ഈ മീറ്റിങ്ങിന്റെ ഇവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതുണ്ടല്ലേ ചെറിയ സ്ക്രീൻ വരും, ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കാം. അപ്പം നമ്മളുടെ സ്ക്രീൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. ഈ സ്ക്രീൻ ഷെയറിംഗ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവർക്കും ആർക്കെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ ടീമിനെ വിളിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് തിങ്, നമ്മൾ ഈ വർഷം ക്ലാസ് എടുക്കുമ്പോൾ വി ഷുഡ് മേക്ക് ഷുവർ അവർ സ്റ്റുഡൻസ് ആർ അറ്റൻറ്റീവ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ സ്റ്റുഡൻസ് അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ക്വിസസ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഓൺ ആക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഇടയ്ക്ക് റാൻഡം ആയിട്ട് കുറച്ച് സ്റ്റുഡൻസിന്റെ അടുത്ത് വീഡിയോ ഓൺ ആക്കാൻ പറയണം. ഓക്കെ, അത് ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മടിക്കരുത്, നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ നമുക്ക് അത് വേറൊരു കാര്യമാണ്, നമ്മളുടെ ചാറ്റിന്റെ അകത്ത് കൂടി, അതായത് എന്നും കൊടുക്കണ്ട. അപ്പം എപ്പോഴാണ് ഒരു ക്ലാസ്സിൽ ആദ്യം കൊടുക്കുക, വേറൊരു ക്ലാസ്സിൽ അവസാനം കൊടുക്കുക, ഒരു പെർട്ടിക്കുലർ ടൈം വെക്കാതെ എപ്പോഴെങ്കിലും കുറച്ച് ക്വിസസ് കൊടുക്കുക. ക്വിസസ് എവിടെ കൊടുക്കണം? നമ്മളുടെ ചാറ്റിനകത്ത് കൊടുക്കണം. ചാറ്റ് എവിടെയാണെന്ന് അറിയാവോ? ഈ പാർട്ടിസിപ്പൻസിന്റെ തൊട്ടിപ്പുറേ ഈ ഷോ കോൺവെർസേഷൻ കണ്ടോ, ഇവിടെയാണ് നമ്മളുടെ ചാറ്റ് ഇരിക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾക്ക് നമ്മളുടെ ക്വിസിന്റെ ലിങ്ക് കൊടുക്കാം. സോ ക്വിസിന്റെ ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് ഫോംസ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് കിട്ടും അല്ലെ? ഈ ലിങ്ക് കോപ്പി ചെയ്യുക, then come back to your screen, paste the link and send it. പേസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ സെൻഡ് ഈ സ്മോൾ ബട്ടണിൽ പ്രസ് ചെയ്ത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾക്ക് സെൻഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിങ്ങനെ ലിങ്ക് ഇട്ട് കഴിയുമ്പോൾ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുക എന്ത് ചെയ്യണം? പെട്ടെന്ന് അത് ആ ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറയുക. അപ്പൊ നമുക്കറിയാം എത്ര സ്റ്റുഡൻസ് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്, എത്ര സ്റ്റുഡൻസ്. ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ഇതിന്റെ റെസ്പോൺസ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നെയിംസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ നെയിം ഉള്ള സ്റ്റുഡൻസിന് മാത്രം അറ്റൻഡൻസ് കൊടുക്കുക. അതുപോലെ ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഡോണ്ട് ലൈക്ക് എല്ലാവരും കൂടെ യെസ് ഓർ നോ പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഇറ്റ് വിൽ ബി കയോസ്. സോ വാട്ട് ക്യാൻ യു ഡു? ഇവിടെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡൻസിന്റെ അടുത്ത് യെസ് ഓർ നോ പറയാൻ പറയുക. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അവരുടെ യെസ് ഓർ നോ ഇവിടെ വരും. വി ക്യാൻ മേക്ക് ഷുവർ അവർ സ്റ്റുഡൻസ് ആർ അറ്റൻറ്റീവ്. അപ്പം നമ്മളുടെ ആരും ഒരു യെസ് ഓർ നോയോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നില്ലെങ്കിൽ വി ക്യാൻ കോൾ ഔട്ട് ദ നെയിംസ്. ആ ആൻസർ പറയാത്ത കുട്ടികളുടെ പേര് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മീറ്റിങ്ങിനിടയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ടീമിനെ വിളിക്കണം. കാരണം ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇയർ വി ആർ ഗോയിങ് ടു ലൈവ്, വി ആർ ഗോയിങ് ഇൻ ടു മോർ ലൈവ്. അപ്പൊ നമുക്ക് മോർ ലൈവ് വരുമ്പോഴത്തേക്ക് 40 minutes നമ്മൾ സ്റ്റുഡൻസിനെ നമുക്ക് അവിടെ പിടിച്ചിരുത്തണം. സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്, ഓൺലൈൻ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 10 minutes ആണ്. അപ്പോൾ 10 minutes നമുക്ക് 40 minutes ആക്കി എടുക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സം വർക്ക്, യു ഹാവ് ടു ഡു സം ഹോംവർക്സ്. സോ അതുകൊണ്ട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ക്ലാരിഫൈ ദാറ്റ്. Now let's see how can we share the screen while we are in the meeting. So when you are taking the meeting, when you are in the meeting, it's better you can if you have a video or a PPT, it's better if you could share the content. For that, can you see something here on the top? You can see this is show participants, this is a chat, and these are some icons. At the end of that, you can see a rectangle with an upward arrow. This is actually for share the screen. Press that. Now you can see something like this. This will show many boxes like this. These boxes shows the applications I have already opened in my machine. But ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു പെർട്ടിക്കുലർ PPT മാത്രം സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ you can just select that one. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻ 1, ഈ സ്ക്രീൻ 1 സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് വിൻഡോ എന്തോ
അത് സ്റ്റുഡൻസിന് കാണാൻ പറ്റും. അതായത് ഇപ്പം ആക്റ്റീവ് വിൻഡോ ഇപ്പോൾ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇവിടെ ഒരു റെഡ് റെക്ടാങ്കിൾ. അപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ കാണുന്നത് എൻ്റെ ഈ ടീംസിൻ്റെ വിൻഡോ ആയിരിക്കും. ഓക്കെ, ഇപ്പം അല്ല ഇതിപ്പം ഞാൻ വേറൊരെണ്ണം എടുത്തു അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു, അങ്ങനെയാണെങ്കിൽ അത് ഇപ്പം ഏത് വിൻഡോ ആണോ ഇരിക്കും, നമ്മൾ കാണുന്ന വിൻഡോ ഏതോ അതായിരിക്കും നമ്മളുടെ സ്റ്റുഡൻറ്റും കാണുന്നത്. ഓക്കെ, ഇനി സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ടീംസ് എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ സെയിം പ്ലേസ്, ദാറ്റ് വിൽ സ്റ്റോപ്പ് ദ സ്ക്രീൻ ഷെയറിംഗ്. Now again, suppose you want to share a video and and ആ വീഡിയോയ്ക്ക് അത്ര സൗണ്ട് ഉണ്ട്, വോയിസ് ഓവർ ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ if you just click this, that sound won't be audible for the students. ആ സൗണ്ടും കൂടി ഷെയർ ആകണമെങ്കിൽ you have to select or enable include system sound. അതായത് നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ സോങ് സ്റ്റുഡൻസിന് കിട്ടണമെങ്കിൽ ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ സൗണ്ട് മസ്റ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അതൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പം ഇൻക്ലൂഡ് സിസ്റ്റം സൗണ്ട് കൊടുക്കുക, സ്ക്രീൻ 1. ഇത് ഇനി നമ്മളൊരു വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോയുടെ സൗണ്ടും കൂടി സ്റ്റുഡൻസിന് പ്ലേ ആവും. ഓക്കെ, അഗെയിൻ നമുക്ക് സ്റ്റോപ്പ് പ്രസന്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ഈ മോളിൽ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ സ്റ്റോപ്പ് പ്രസന്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ചെറിയ വിൻഡോ ഉണ്ടോ, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇതിലാണെങ്കിലും നമ്മൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് വിൻഡോസ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ഇതെടുത്ത് സ്ക്രീൻ എൻഡ് ചെയ്യുക. ഓക്കെ, നൗ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കണ്ടു. നൗ നമ്മളറിയാം whenever we are attending, നമ്മളിപ്പം അനീഷ് മോഹൻ്റെ ഒക്കെ നമ്മളുടെ സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പം പുള്ളി എന്താ പറയുന്നത്, ആൻസർ ചാറ്റിനകത്ത് ടൈപ്പ് ചെയ്യാൻ. We can also use the same thing. That's how we can engage our students. നമ്മൾക്ക് ചാറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മിക്കവാറും പോയി കിട്ടും അല്ലേ. സ്റ്റുഡൻസ് എല്ലാവരും ചിലർ മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പറഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് സെറ്റിലായി വരുമ്പോഴത്തേക്കും ആയിരിക്കും വേറൊരാൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, അപ്പോഴായിരിക്കും അതിന് യെസ് ഓർ നോ വരുന്നത്. അങ്ങനെ നമുക്ക് കുറേ ടൈം പോകും. ടു അവോയ്ഡ് ദാറ്റ് വി ക്യാൻ യൂസ് ദ ചാറ്റ്. മീറ്റിങ്ങിനകത്തുള്ള ചാറ്റ് ഓപ്ഷൻ യു ക്യാൻ യൂസ്. അതിനെന്താ ചെയ്യേണ്ടത്, ഷോ പാർട്ടിസിപ്പൻസിന്റെ തൊട്ടിപ്പുറയാണ് ചാറ്റ്. അപ്പം ഇവിടെ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് നമ്മളിവിടെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അവർക്കെല്ലാം ഡിസ്പ്ലേ ആവും. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ആസ്ക് ദ സ്റ്റുഡൻറ് ടു ടൈപ്പ് ഹിസ് ആൻസർ ഇൻ ചാറ്റ്. അപ്പം അവർക്കത് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ ആൻസേഴ്സും കാണാം. അപ്പം ഇൻ കേസ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അതിന് യെസ് ഓർ നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ആൻസർ ആണ്, ഒരു 1 വേർഡ് ആണ്, അത് ടൈപ്പ് ചെയ്യാൻ പറയുക. ആ ടൈപ്പ് ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ പേരെടുത്ത് വിളിച്ച് അവരെ മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ചിലപ്പം അവർ മീറ്റിംഗിൽ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഇത് എന്താ പറയാ, നമ്മളുടെ മീറ്റിംഗ് ഓൺ ആക്കി വെച്ചിട്ട് ഗെയിം കളിക്കാൻ പോയി കാണും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണും. അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അറ്റൻഡീവ് അല്ലാത്ത സ്റ്റുഡൻസിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ചാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ചാറ്റ് എവിടെയാണ്, ഷോ പാർട്ടിസിപ്പൻസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചാറ്റ്. ഇവിടെ നിങ്ങൾക്ക് ലിങ്കോ എന്ത് വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ക്വിസിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ആ ക്വിസ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ക്വിസ് ഉണ്ട്. ഇവിടെ ഒരു ക്വിസ് ഉണ്ട്, ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിരുന്നേ. I can share this link there. ഇവിടെ എന്താണ്, ഈ പ്രസ് ഷെയർ, എന്നിട്ട് ഈ ലിങ്ക് കോപ്പി ചെയ്യുക. If you want you can shorten the URL, then copy it, go to your teams, chat എടുക്കുക, ഒന്നുകിൽ Ctrl+V or right click paste, then send it. അപ്പം സ്റ്റുഡൻസിന് ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ചാറ്റ് ഓപ്ഷൻ കിട്ടും. അത് അവിടെ നിന്ന് നമ്മളുടെ ക്വിസ് കിട്ടും, അവിടെ നിന്ന് അവർക്ക് ആൻസർ എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എല്ലാ ക്ലാസ്സിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റീവ് ക്ലാസ്സസിലെങ്കിലും ഇങ്ങനത്തെ ചാറ്റ്സ് ചെറിയ 2 or 3 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വിസസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റുഡന്റ് എൻറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ കുട്ടീനെ ആബ്സെന്റ് ആയിട്ടിടുക. അങ്ങനെ ഒരാഴ്ച പോയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് ഫുൾ അറ്റൻറ്റീവ് ആയിട്ടായിരിക്കും, അതുപോലെ തന്നെ എല്ലാവരും പ്രസന്റും ആയിരിക്കും. അപ്പം I hope this is clear. Thank you. Hello dear teachers. Now let's see how can we create a folder inside a Teams group. Okay, open your group. Open your team. Then you can see files here, right? On the right side you can see files. Click on files. Press new. Press new here. Here you can see folder, or you can make any of this document also, but we have to create folder. Okay, now new folder, give a name. Create. Now see, now our folder is created. Last year we have faced some problems, right? നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മളുടെ നോട്ട്സ് സ്റ്റുഡൻസ് ഡിലീറ്റ് ചെയ്തു. സോ ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ദാറ്റ്? നമ്മൾക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന്, അതിന്റെ ആക്സസ് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാമെന്നും കൂടെ ഈ കൂടെ തന്നെ നമുക്ക് നോക്കാം. സോ യു ക്യാൻ സീ 3 dots here. Press this 3 dots, like keep your mouse on the whole that folder, then you can see 3 dots. Press on this 3 dots, then here you can see open in SharePoint. Click on that. This will again ask you to sign in. If you are not signed in, please sign in with your Teams ID. Now here you can see this is actually this home group was our team, right? Inside that I have created this folder. So I have to restrict this holiday homework. For that you just go one level back. Press general. Now here you can see. Then again either you can right click or click on this 3 dots. Here you can see manage access. Click on that. Now a new panel came here. Go down here. See the last 2 words. See here you can see, right? This can edit. Can edit means they can delete your content. They can edit your content. So excuse me, we don't want our students to edit our content, അല്ലേ? നമ്മളൊരു വേർഡ് ഫയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഫയൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ക്ലിക്ക് ഓൺ ദിസ്. ഇവിടെ ക്യാൻ വ്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്ലീസ് സെലക്ട് ക്യാൻ വ്യൂ. ദാറ്റ് മീൻസ് നൗ the users can only view your file. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിട്ടാലും അവർക്ക് കാണാൻ പറ്റും, അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, but they cannot edit or they cannot delete our content. ഓക്കെ, നമ്മൾക്ക് ഇപ്പം അത് ആക്സസ് സെറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ ക്ലോസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ടീംസ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ആക്സസ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. നൗ ഓപ്പൺ ദ ഫോൾഡർ. How can we upload a document into our folder? This is really simple. Here you can see. ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാലോ. ഇതിനകത്ത് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if you want to type anything here itself, നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ you can do it here itself. ഇവിടെ വേർഡ് ഡോക്യുമെന്റോ എക്സലോ അല്ലെങ്കിൽ പവർ പോയിന്റോ നോട്ട്ബുക്ക് എന്തെങ്കിലും നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അല്ല, ലൈക്ക് ഇഫ് യു ഓൾറെഡി ഹാവ് എ കണ്ടന്റ്, ഒരു ഫയൽ ഉണ്ട്, യു ജസ്റ്റ് വാണ്ട് ടു അപ്ലോഡ് ഇറ്റ്, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടു ന്യൂ യു ക്യാൻ സീ ആൻഡ് അപ്ലോഡ്. ക്ലിക്ക് ഓൺ ദ അപ്ലോഡ്. ഹിയർ ഫയൽസും ഫോൾഡേഴ്സും ഉണ്ട്. ഞാൻ ഫയൽസ് എടുത്തു. സി, ഞാനൊരു എൻ്റെ ഡിസൈഡ് ഫയൽ സെലക്ട് ചെയ്തു. ക്ലിക്ക് ഓപ്പൺ. You can see here uploading one item. See,
that item is uploaded, and here you can see who have uploaded this. ഇത് നമ്മൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് അറിയാം ഇത് ആരാണ് ഈ ഫയൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫോൾഡറിന്റെ അകത്ത് നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നിന്ന് നമുക്ക് ഈ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇത് പലരും ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് മെറ്റീരിയൽസ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾക്കിപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അത് പ്ലേ ചെയ്യാൻ നമ്മൾക്കൊരു സമയമില്ലെങ്കിൽ നമ്മൾക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽസ് എക്സ്ട്രാ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് മാത്രം നോക്കുക, ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അടുത്തായിട്ട് നമുക്ക് ഇവിടെ അസൈൻമെന്റ്സിൽ കൂടി എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഗോ ടു ദ റൈറ്റ് സൈഡ്, ക്ലിക്ക് ഓൺ ദ അസൈൻമെന്റ്സ്. ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞത് അസൈൻമെന്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾക്ക് ക്വിസ് പറയാം, കാരണം രണ്ടും സിമിലർ വേസ് ആണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ നമ്മൾ എന്താ പറയുന്നത് അപ്ലോഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്വിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ മൈക്രോസോഫ്റ്റ് ഫോംസ് ഇൻ ക്വിസ് മോഡ്. അതാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വിസ് കണ്ടോ, ഇവിടെ നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ് നമ്മൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. യു ഹാവ് ടു സെലക്ട് ദാറ്റ്. Now see, these are the quizzes I have created already. അപ്പം ഏത് ക്വിസ് ആണെന്നുള്ളത്, അപ്പം ഇവിടെയാണ് നമ്മൾ നെയിമിങ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം യു ക്യാൻ സീ ദിസ്. ഞാനിവിടെ ഒന്നും നെയിം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്താ അൺടൈറ്റിൽഡ് ക്വിസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിടക്കുന്നത് പലതും അല്ലേ. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് നെയിം കൊടുത്തില്ലെങ്കിൽ വി വിൽ ബി ഇൻ കൺഫ്യൂഷൻ. സോ നെയിമിങ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടെ ഞാൻ എന്തെടുത്തു, ജനറൽ നോളജ് ക്വിസ് കൊടുത്തു. നെക്സ്റ്റ് അഗെയിൻ കണ്ടോ, ടൈറ്റിലിന്റെ അവിടെ അത് വന്നു. ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ക്വിസ് ഇവിടെ വരെ നമ്മളുടെ പ്രോഗ്രസ് ബാർ ഇങ്ങ് അറ്റം വരെ ഓടിപ്പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ആയിട്ടുള്ളൂ. ഇത് 5 പോയിന്റ്സ് പോസിബിൾ ആണ്. അതൊക്കെ ഓൾറെഡി ഈ 5 പോയിന്റ്സ് അവരെടുത്തിരിക്കുന്ന എവിടെയാണ്, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വിസിനകത്തുള്ള പോയിന്റ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് അസൈൻ. നമുക്കിനി പോയി നോക്കാം, നമ്മളുടെ ടീംസിനകത്ത് പോയി നോക്കാം നമ്മൾ അസൈൻ ചെയ്ത ആ ഗ്രൂപ്പ് കണ്ടോ. യു ക്യാൻ സീ ദിസ് മെസ്സേജ് അല്ലേ, അസൈൻമെന്റ്സ് മെൻഷൻഡ് ഹോം ഗ്രൂപ്പ് ഇൻ ജനറൽ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ടീംസ്. ജനറലിനകത്ത് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് ദിസ് ട്രയൽ എക്സാം I have created from teams, and general knowledge quiz I have created from this assignments. Okay, I hope this is clear. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ feel free to call me. Now let's see how can we download the marks assigned to an assignment. അപ്പം നമ്മളിപ്പം അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടു. യൂഷ്വലി നമ്മളുടെ ടെക്നിക്കൽ ടീം നമ്മൾക്ക് മാർക്ക് എക്സൽ ഫോമിൽ നിങ്ങൾക്ക് തരും അല്ലേ. ബട്ട് നൗ യു ക്യാൻ ഡു ദാറ്റ്. ഫോർ ദാറ്റ് ഓപ്പൺ ദ ടീംസ്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഗോ ടു അസൈൻമെന്റ്സ്. ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാം മാർക്സ് അല്ലേ. ഇത് നമ്മളിങ്ങനെ നമ്മൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല, നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പം ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഇവിടെ റിട്ടേൺ കണ്ടില്ലേ, റിട്ടേണിന്റെ അവിടെ 3 ഡോട്ട്സ് കാണാം. ക്ലിക്ക് ഓൺ ദാറ്റ് 3 ഡോട്ട്സ്. ദർ ഇസ് സംതിങ് കോൾഡ് എക്സ്പോർട്ട് ടു എക്സൽ. ക്ലിക്ക് ഓൺ ദാറ്റ്. സി ഇവിടെ ഡൗൺലോഡിങ്, ഡൗൺലോഡഡ്. ദിസ് ഡൗൺലോഡഡ് ഫയൽ വിൽ ബി ഇൻ your downloads folder.
Go to your downloads folder. See class 1 C grades. Let's see. See how easy it is. കുട്ടിയുടെ പേരുണ്ടാവും, ഫുൾ നെയിം ഉണ്ടാവും, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഇമെയിൽ അഡ്രസ് ഉണ്ടാവും, എന്താണ് സബ്ജക്റ്റ്, ദെൻ പോയിന്റ്സ്. അപ്പം ഇത് ഇത്രയും ഈസിയാണ്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. whenever we need to enter this into NDAP, NDAPിനകത്ത് ഡേറ്റ എൻട്രി ചെയ്യേണ്ട സമയത്ത് you can just use it. Okay.